Hello guys, JMain 2025 phase 1. Okay, 23rd January shift number 2. Question number 13 ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. The question is from conic sections എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. എന്താണ്? The shortest distance to the parabola y square is equal to 4x b4. Then the equation of the circle passing through a comma 0 and the focus of the parabola and having center on the axis of the parabola. ഓക്കെ, അതായത് നമുക്കൊരു പരാബോള തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതേപോലത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്നും പരാബോളയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ ഈ പോയിന്റും ഫോക്കസ് ഓഫ് ദ പരാബോളയും പാസ് ചെയ്യുന്ന ഒരു സർക്കിളിന്റെ ഇക്വേഷനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസൺ, വളരെ സിമ്പിളായിട്ട് നമുക്ക് കരിക്കൾ നീക്കാം. ഓക്കെ, അതായത് നമ്മൾ ആദ്യം തന്നെ ഈ പരാബോള ഒന്ന് ഞാൻ റഫായിട്ട് എന്ത് ചെയ്യാണ്, ഫിഗർ വരയ്ക്കുകയാണ്. റെഡി അല്ലേ? ഈ പരാബോളയുടെ ഫിഗർ ഞാനൊന്ന് റഫായിട്ട് വരയ്ക്കുകയാണ്. നമുക്കറിയാം y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞ പരാബോള എങ്ങനെയാണ് ഉണ്ടാവുക? യെസ്, ദിസ് ഈസ് സംതിങ് ബട്ട് എന്ത്? യെസ്, y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞ പരാബോള ഇതാണ്. ക്ലിയർ അല്ലേ? ഇതാണ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞ പരാബോള. റെഡി അല്ലേ? ഇനി നമ്മൾ ഇതിന്റെ ഫോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? നമുക്കറിയാം ഇതിന്റെ ഫോക്കസ് 1,0 ആണ്. എടാ ക്ലിയർ ആയില്ലേ? ഫോക്കസ് ഇസ് നത്തിങ് ബട്ട് 1,0 ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാരാമെട്രിക് കോർഡിനേറ്റ് എടുക്കുക. അല്ലെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെ കണ്ടുപിടിക്കേണ്ട പ്രൊസീജിയർ നമുക്കറിയാം, പാരാമെട്രിക് കോർഡിനേറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്തിനാ പാരാമെട്രിക് കോർഡിനേറ്റ് എടുക്കുന്നത്? y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x അല്ലേ? സാധാരണഗതി നമ്മൾ ഇതിന്റെ കോർഡിനേറ്റ് നമ്മൾ x, y എന്നൊക്കെയാണ് എടുക്കുക അല്ലെ. പക്ഷെ അത് 2 വേരിയബിൾ ആണ്. അതിന് 2 വേരിയബിൾ നമ്മൾ എന്താക്കുക, ഒറ്റ വേരിയബിളിലേക്ക് ചുരുക്കാനാണ് ഞാൻ എന്താക്കുന്നത്, പാരാമെട്രിക് കോർഡിനേറ്റ് എടുക്കുന്നത് അല്ലെ. ഈ പരാബോളയുടെ കേസ് നമ്മൾ എങ്ങനെയാണ് പാരാമെട്രിക് കോർഡിനേറ്റ് എടുക്കുക? ഒന്നുമില്ല, ഞാനിവിടെ വൈക്ക് ഞാൻ എന്താക്കുന്നു, ടി എന്ന് കൊടുക്കുന്നു വിചാരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്, ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, ടി സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്ന് വരും. ഓക്കെ അല്ലെ? അപ്പൊ ഇത് ടി സ്ക്വയർ ബൈ 4 കോമ ടി എന്ന് വരും പാരാമെട്രിക് കോർഡിനേറ്റ്. ഓക്കെ ഓക്കെ, പക്ഷേ ഇത് ഡീല് ചെയ്യാൻ എന്താണ് മക്കളെ, ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലെ. ഈ ടി സ്ക്വയർ ബൈ 4 ഓക്കെ ഡീല് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ ചെയ്യുന്നത് മറ്റൊരു രീതിയിൽ എന്താക്കാം, എടുക്കാം. അഥവാ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x അല്ല, നമുക്ക് പാരാമെട്രിക് കോർഡിനേറ്റ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ y ഇസ് ഈക്വൽ എന്താണ് 2t എന്ന് കൊടുക്കുകയാണ് അല്ലെ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, 4t സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x അഥവാ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, x എന്ന് വരും. ഓക്കെ അല്ലെ, ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിട്ട് വരണം മക്കളെ, x എന്ന് വരും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ടി സ്ക്വയർ അല്ലെ, അതേപോലെ എന്താണ് 2t എന്ന് വരും ഈ കോർഡിനേറ്റ്. മനസ്സിലായല്ലേ? യെസ്. ഓക്കെ, ദെൻ ഇനി അടുത്തത് നമുക്ക് എന്താണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത് അല്ലേ, ഈ പോയിന്റ് അല്ലെ 1,0 അല്ല, ക്ഷമിക്കണം, എന്താണ് a,0 എന്ന് പറഞ്ഞ പോയിന്റ് എന്നുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 4 വരുന്ന രീതിയിൽ ടി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഇതെന്ന് പറഞ്ഞ പാരാമെട്രിക് കോർഡിനേറ്റ് ആണ്. അഥവാ ഈ പറഞ്ഞ ഓരോ പോയിന്റിനും എന്തായിരിക്കും മക്കളെ, ഓരോ ടി വാല്യൂസ് ആണ് ഉണ്ടാവുക. ക്ലിയർ ആയില്ലേ? ഇവിടെയുള്ള ഓരോ പോയിന്റ്സിനും ഓരോ ടി വാല്യൂസ് ഉണ്ടാവുക. അപ്പൊ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം a,0 അല്ലെ, പിന്നെ എന്താണ്, പിന്നെ 0 വരുന്ന രീതിയിലുള്ള എന്ത് കണ്ടുപിടിക്കണം, നമ്മൾ ടി കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്താണ് a,0 നിന്നും ഇതിലേക്കുള്ള എന്താണ് ഡിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്യണം മക്കളെ, ആദ്യം കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് അല്ല, നമുക്ക് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഞാൻ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം അല്ലേ. കാരണം ഡിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ടൊക്കെ വന്ന് ആകെ അൽക്കുലത്താവും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ റെഡി. അപ്പോൾ ഡിസ്റ്റൻസ് സ്ക്വയർ ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ്, യെസ്, ടി സ്ക്വയർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ അല്ലെ, ടി സ്ക്വയർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ അല്ലെ. പിന്നെ എന്താണ്, യെസ്, 2t ദ ഹോൾ സ്ക്വയർ അഥവാ എന്ത് വരും, 4t സ്ക്വയർ എന്ന് വരും, ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ, എന്താണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആകുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് നമുക്കറിയാം അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, 0 ആയിരിക്കും അല്ലെ. അഥവാ ഞാൻ അടുത്ത ഡി സ്ക്വയർ ഡാഷ് കണ്ടുപിടിക്കുകയാണ്. റെഡി അല്ലേ? അഥവാ വിത്ത് റെസ്പെക്ട് ടി നമ്മൾ എന്താക്കാം, അതിന് ഡിഫറൻഷിയേറ്റ്. അപ്പോൾ 2 ഇൻറ്റു എന്താണ്, യെസ്, ടി സ്ക്വയർ മൈനസ് എ അല്ലെ, ഇൻറ്റു ഇവിടെ എന്ത് വരും, 2t എന്ന് വരും. ഓക്കെ, പ്ലസ് 4 ഇൻറ്റു ടി സ്ക്വയർ അല്ലെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് 8t എന്ന് വരും. റെഡി അല്ലേ? അപ്പം ഞാൻ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വേണം, 0 എന്ന് കൊടുക്കണം. അപ്പോൾ ഇത് 0 കൊടുക്കാം, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. നമുക്ക് ഞാൻ 4t കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 4t കോമൺ എടുത്തിട്ട് ടി സ്ക്വയർ അല്ലെ മൈനസ് എ പ്ലസ് ഇവിടെ എന്ത് വരും, 4t ഞാൻ കോമൺ ആയിട്ട് പുറത്ത്, ഇവിടെ 2 അല്ലേ ബാക്കിയാവുക അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് 0 എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഐദർ നമുക്ക് എന്ത് പറയാൻ പറഞ്ഞാട്ടെ, ടി ഈസ് ഈക്വൽ ടു എന്ന് പറയാം, 0 എന്ന് പറയാം. ഓക്കെ, ഐദർ നമുക്ക് ടി ഈസ് ഈക്വൽ ടു എന്ന് പറയാം, 0 എന്ന് പറയാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ടി സ്ക്വയർ മൈനസ് എ പ്ലസ് 2 ഈസ് ഈക്വൽ ടു എന്താണ് 0 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അഥവാ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും, a - 2 എന്ന് വരും.
ഓക്കെ അല്ലേ? ഒന്നുകിൽ ടി ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എന്താണ് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് a - 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? എയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് മിനിമം ആകുന്ന സമയത്ത് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? a - 2 എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മിനിമം ഡിസ്റ്റൻസ് നമുക്ക് 4 ആണ് തന്നിട്ടുണ്ട് അല്ലേ? a, 0 എന്നുള്ള മിനിമം ഡിസ്റ്റൻസ് 4 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ 4 ആകുന്ന സമയത്ത് നമുക്കറിയാം അത് മിനിമം ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡി സ്ക്വയർ അല്ലേ? അപ്പോൾ 4 ആണെങ്കിൽ ഡി സ്ക്വയർ എന്തായിരിക്കും? 16 ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ എന്താ 16 ഈസ് ഈക്വൽ ടു അല്ലെ ഈ ടി സ്ക്വയർ മൈനസ് എ അല്ലെ? ഈ ടി സ്ക്വയർ മൈനസ് എക്ക് പകരം ഞാൻ എന്ത് ചെയ്യാണ്? അല്ലെ ടി സ്ക്വയറിന് പകരം എന്താണ്? a - 2 എന്ന് കൊടുക്കുകയാണ്. സോ a - 2 അല്ലെ മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. 4 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ അതെന്താണ്? a - 2 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എയുടെ വാല്യൂ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. അത് എപ്പോഴാണ് മിനിമം ആകും? മിനിമമുള്ള കണ്ടീഷൻ എന്താണ്? ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു a - 2 ആണ്. ഓക്കെ, നമുക്ക് അൾട്ടിമേറ്റ്ലി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ആ മിനിമം നമ്മൾ എന്താക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഡിസ്റ്റൻസ് 4 ആണ് നമുക്കറിയാം. റെഡി? അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 16 ഈസ് ഈക്വൽ ടു -2ൻ്റെ സ്ക്വയർ എന്താണ്? 4 ആണ്. പിന്നെ എന്താണ്? 4a - 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 28. ഓക്കെ, 4a അല്ലേ? 4 പിന്നെ എന്താണ്? ഇത് 4a - 8 അല്ല, ഇത് 24 20. ഓക്കെ, അപ്പോൾ a ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ a എന്തായി? 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിനി വേണ്ടതെന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ് വേണ്ടത് അല്ലേ? ആ സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ സെൻറ്റർ എവിടെയാണ്? എക്സ് ആക്സിലാണ് അല്ലേ? സെൻറ്റർ എക്സ് ആക്സിലാണ് അല്ലേ? അപ്പോൾ ആൻഡ് ആൾസോ പാസസ് ത്രൂ ദ ഫോക്കസ് ഓഫ് ദിസ് പരാബോള. ഫോക്കസ് ഓഫ് ദ പരാബോള y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞ പരാബോളയുടെ ഫോക്കസ് നമുക്കറിയാം എന്താണ്? 1,0. ശരിയല്ലേ? ഓക്കെ, 1,0 ആണ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞ പരാബോളയുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിയല്ലേ? ഇനി അടുത്തത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഈ പറഞ്ഞ ഈ പോയിന്റ് 5,0 അല്ലെ? ഇത് രണ്ടിലൂടെയും പാസ് ചെയ്യണം. അപ്പോൾ സെന്റർ എവിടെയാണ്? എക്സാക്സിലാവണം അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്തായിരിക്കും? ഇവിടെ ഡയമീറ്റർ ആയിരിക്കത്തല്ലേ? റെഡി അല്ലേ? കാരണം ഇവർ രണ്ടുപേരുടെയും പാസ് ചെയ്യണം. അതിൻ്റെ സെന്റർ എന്ന് പറയുമ്പോൾ എക്സാക്സിലാവണം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെന്തായിരിക്കും? ഡയമീറ്ററിൽ തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. റെഡി അല്ലേ? കാരണം സെന്റർ കിടക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ് ആക്ച്വലി എന്താ? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഡയമീറ്റർ ആയിരിക്കും ഇവൻ. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എന്താക്കുക? ഇത് x1, y1 അല്ല, ഇതേപോലെ x2, y2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് എന്താണ്? x - x1 ഇൻറ്റു ഓക്കെ x - x2 ഈസ് ഈക്വൽ പ്ലസ് y - y1 ഇൻറ്റു എന്താണ്? y - y2 ഈസ് ഈക്വൽ ടു 0 അല്ലേ? അതായത് ഒരു സർക്കിളിലെ ഡയമീറ്ററിൻ്റെ n പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? x - x1 ഇൻറ്റു x - x2 പ്ലസ് y - y1 ഇൻറ്റു y - y2 ഈസ് ഈക്വൽ ടു 0 അല്ലേ? അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x - 1 ഇൻറ്റു x - 5 ഓക്കെ പ്ലസ് ഓക്കെ നോക്കണേ y - 0 ഇൻറ്റു y - 2 അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? യെസ്, ഇറ്റ് ഈസ് വാട്ട്? y സ്ക്വയർ ആണ് അല്ലേ? കാരണം y - 0 ഇൻറ്റു y - 0 എന്ന് പറയുമ്പോൾ എന്താണ്? y സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 0. ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. x സ്ക്വയർ - 6x പ്ലസ് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. പ്ലസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ - 6x ഓക്കെ പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, യെസ്. ഓക്കെ, ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ? ഓക്കെ മക്കളെ, അത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്ത ടൈപ്പൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.